കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയുടെ തണലില് ഈ 366 ദിവസം, ഈ ഒരു പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസം 2026 ആമേൻ. ദൈവം നമുക്ക് ദാനമായി നൽകുവാടെയായല്ലോ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സഭയിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഉറക്കമെല്ലാം എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹ്റൈനിൽ പ്രിയ ജോൺ ഫിലിപ്പങ്ങൾ പ്രാർത്ഥിപ്പാടെയായല്ലോ. അവിടെ ഇപ്പോഴും 3:30 സമയം. അവിടുത്തെ സഭയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഫലത്തിൽ കടന്നു വന്നേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാനുള്ള ആവാഞ്ചയോടുകൂടി ആമേൻ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പലയിടത്തോട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് ഈ പുതിയ വർഷം ദാനമായി നൽകുകയായ എല്ലാവിധമായ ദൈവ അനുഗ്രഹത്താലും കർത്താവ് നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസം ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന സിംഗേഴ്സാണ്. ആദരപൂർവ്വം സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആമേൻ ഗാനങ്ങൾ പാടുവാൻ വർഷിപ്പിടിക്കുവാൻ വേണ്ടി ദൈവനാമത്തിന് ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ ഞാൻ ആശ്രയിക്കും പാറ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തന്റെ അഭയം. ആമേൻ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നാളിക്കുന്ന ഞാൻ ആശ്രയിക്കും പാറ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നായിക്കുന്നേ. പാപമൃത്യുശാപഘോരപീഡയാ മനമുരുകും മധ്യസ്നേഹിത അധ്വാനിക്കുന്നോ ഭാരം വഹിപ്പോ യേശുവിന്റെ പാപമൃത്യുശാപഘോരപീഡയാ മനമുരുകും മധ്യസ്നേഹിത അധ്വാനിക്കുന്നോ ഭാരം വഹിപ്പോ യേശുവിന്റെ പാദം ചേരുക. ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തന്റെ അഭയം. ആമേൻ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നയിക്കുന്നേ. യുദ്ധം ക്ഷാമം രോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നാടിച്ചിടുന്നു. വില്ലോടിക്കുവാൻ വ്യാധി നീക്കുവാൻ ജയം വാരിച്ച് നമ്മുടെ കർത്താവിന്റെ പരമന്റെ പ്രത്യാശയോടെ യുദ്ധം ക്ഷാമ രോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നാടുകിടുന്നു. വില്ലോടിക്കുവാൻ വ്യാധി നീക്കുവാൻ ജയം ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തന്റെ അഭയം. ആമേൻ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തന്റെ അഭയം. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ രാത്രി ഉറപ്പോടെ പാടിയാണ്. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ ഞാൻ ആശ്രയിക്കുന്ന പാറ. ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നയിക്കുന്നേ. ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും?
കർത്തന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നയിച്ചു ഇടയശ്രേഷ്ഠൻ, ഓ ഇടയശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ള ദൈവം. ഇടയശ്രേഷ്ഠൻ, ഓ ഇടയശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോ കൈപിടിച്ചു നയിച്ചു. ഓ അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീടാകുലത്തിൽ അവൻ അവന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീടാകുലത്തിൽ സന്തോഷത്തോടെ പാടി അവൻ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവൻ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ പകയന്റെ കാണികളിലും വസിച്ചിടും ഞാൻ. ഓ പകയന്റെ കാണികളിലോ പകരുന്ന വ്യാധി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് പാടട്ടെ. പകലിനും രാവിലും തന്റെ കൃപ എന്റെ മേൽ പകരുമെന്ന്. ഓ പകയന്റെ കാണികളിലോ പകരുന്ന വ്യാധി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് പാടട്ടെ. പകലിനും രാവിലും തന്റെ കൃപ എന്റെ മേൽ പകരുമെന്ന്. ഓ പകയന്റെ കാണികളിലും പകരുന്ന വ്യാധി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അത്ഭുത ശക്തിക്കായി പകർന്നിടുമഴവോ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ കരുത്തൻ ചിറകുകളിൻ കീഴിൽ പരിചയ ഫലങ്ങൾ ശരണമവൻ, ഓ ശരണമവൻ കരുത്തൻ ചിറകുകളിൻ രാത്രി അത് വിശ്വസിക്കുന്നവർ ചേർന്ന് അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. മറവിൽ വസിച്ചിടും തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വലമിടമായിരങ്ങൾ, ഓ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തു ഉറപ്പോടെ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിന്നെ വല്ലവൻ കാത്തിടുവേ തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ആകുലവേളകൾ ആവത്തുനാളുകളിൽ ആഗതനാമരികിൽ ഇന്ന് രാത്രി നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. ഓ ആകുലവേളകളിൽ ആവത്തുനാളുകളിൽ ആഗതനാമരികിൽ ഒരിക്കൽ കൂടെ ചേർന്ന് ആകുലവേളകളിൽ, ഓ ആകുലവേളകളിൽ ആവത്തുനാളുകളിൽ ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ എന്റെ അരികിൽ വരുന്ന കർത്താവിനെ ആശ്വസിപ്പിച്ചു തുണയെനിക്കേശു. തുണയെനിക്കേശുവേ
അത്ഭുതമിനിയില്ലതാ. രാത്രിക്ക് പ്രാപിച്ച ദൈവജനം അഭിഷേകത്തോടെ അന്യഭാഷയിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഇടും ഞാൻ തുണയെനിക്ക് യേശുവേ. രാത്രിക്ക് പ്രാപിച്ച ദൈവജനം ഒരുമിച്ച് അന്യഭാഷയിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പടയായല്ലോ. ഞാൻ ആശ്രയിക്കും പറ എന്റെ രക്ഷയും വിളിച്ച് ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ ആശ്രയം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവായി. ഓരോ നിമിഷവും ഈ പകൽക്കാലം, ഈ പുതിയ വർഷത്തെ ആരംഭ ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകുകയാണല്ലോ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. 65-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. എന്റെ അകത്യങ്ങൾ എന്റെ നേരെ അധികമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തു. നിന്റെ പ്രാകാരങ്ങളിൽ പാക്കിൽ നിന്ന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ഭൂമിയുടെ എല്ലാ അധികം ദൂരത്തുള്ള സമുദ്രത്തിലും ആശ്രയമായിരിക്കും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ. നീ ഭയങ്കര കാര്യങ്ങളാ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ ബലമരക്കി കെട്ടിക്കൊണ്ട് ശക്തിയാ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിക്കുന്നു. ഭൂവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉയരത്തിന്റെ ഉദയത്തിലെയും അസ്തമയത്തിലെയും ദിക്കുകളെ നീ ഘോഷിച്ചുരസിക്കുവാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന് നദി വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധ്യാനം കൊടുക്കുന്നു. നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയുടെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേൽച്ചപ്പുൽ ആട്ടിക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധ്യാനം കൊണ്ട് മൂടിയിരിക്കുന്നു. അവയാർക്കെയും പാടുകയും ചെയ്യുന്നു. ആമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കരകളെയോ ദൈവയുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാത പ്രാർത്ഥന 366-ാമത്തെ ദിവസത്തേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുവാനായല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവം അനുഗ്രഹിച്ചു സൂക്ഷിച്ചു. പ്രത്യേകിച്ച് ഒരു പുതിയ വർഷം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകുവാനായല്ലോ. നിരവധി പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ കരം ദൈവം അയക്കുവാനായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളിലൊക്കെ അനേക വിഷയത്തിന് മേൽ ദൈവം മറുപടി നൽകുവാനായി. ആമേ. പാസത്തിന്റെ സഹധർമ്മിണി പ്രിയ കുഞ്ഞമ്മജാക്കബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാടയായി. ദൈവം വിടുതൽ നൽകുവാനായി. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതമേറെ കരം ദൈവം അയക്കുവാൻ എല്ലാവരും അല്പ നിമിഷം സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാണ്. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിലെ 15ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെ നടക്കുന്നല്ലോ. എല്ലാ പ്രാർത്ഥന സഹാരികളെ ഓർത്തുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവീയമായ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന നമ്മുടെ സിംഗേഴ്സ്, വിവിധ രാജ്യങ്ങളിലുള്ള നമ്മുടെ സിംഗേഴ്സ് ഉണ്ട്. ആമേൻ. അവര് വളരെ പാടുകൾ പാടുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം അവരെല്ലാം അനുഗ്രഹിപ്പാൻ നമ്മുടെ പ്രാർത്ഥന മിഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. എഡിറ്റോറിയൽ ബോർഡിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവതാലമായിട്ട് അനുഗ്രഹിപ്പാൻ അല്പനിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, പ്രാർത്ഥന മാനേജിംഗ് കൗൺസിലിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഡിറ്റോറിയൽ ബോർഡിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവനാമം അതിനാത്തിരും ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ സിംഗേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. വിവിധ രാജ്യങ്ങളായി ഞങ്ങളുടെ സിംഗേഴ്സിന്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ. ദൈവമേ, ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ദൈവം അയക്കാൻ പോകുന്നതിനായി എല്ലാവരും അത്ഭുത നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്.
ആമേ. സ്തോത്രം, 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 സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ദൈവർക്ക് ആരോഗ്യം കൊടുക്കുക, ദൈവമായ ആയുസ്സും ബലവും ശക്തിയും ദൈവം കൊടുക്കുക. ദൈവ അഭിഷേകത്താ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കള്, നമ്മളെ കഷ്ടപ്പെടുത്തി വളർത്തിയ നമ്മുടെ മാതാപിതാക്കള്, ആമേ, അവര് ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവർക്ക് ആരോഗ്യം ആയുസ്സും കൊടുക്കുക. വാർദ്ധക്യത്തിൽ അവർ ഫലം കാഴ്ചകൊണ്ടിരിക്കോ, അവർ പച്ചുവച്ച് പുഷ്ടി വലിച്ചു പിടിച്ചു ദൈവീയ അഭിഷേകം യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കോ. നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവർക്ക് ആരോഗ്യം കൊടുക്കണേ, ആയുസ് കൊടുക്കണമേ, ബലവും ശക്തിയും ദൈവ ജ്ഞാനവും ദൈവ ബുദ്ധിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദൈവം കൊടുക്കണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. നേഴ്സറി തൊട്ട് പിഞ്ചു കുഞ്ഞു മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ദൈവർക്ക് ബുദ്ധി ജ്ഞാനം കൊടുക്കണമേ, ദൈവ അഭിഷേകത്താ നിറയ്ക്കണമേ, ജ്ഞാനാത്മാവിലാ ദൈവം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 11ാം ക്ലാസ് മുതൽ മുമ്പോട്ട് പഠിക്കുന്ന ഫർദർ സ്റ്റഡി കേൾക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. വിശേഷമായ ജ്ഞാനത്താല് ദൈവം നിറയ്ക്കണമേ. തലമുറകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് ബുദ്ധി ജ്ഞാനം കൊടുക്കണമേ. കർത്താവെ, വിവിധ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് വഴി നടത്തണമേ. ഈ ലോകത്തിലെ പാപങ്ങളോ മാലിന്യങ്ങളോ ഒന്നും യേശാതെ കർത്താവ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിപ്പാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതിയ വർഷം പുതിയ ആത്മീയ ബലത്താലും പുതിയ ആത്മാവിന്റെ അഭിഷേകത്താലും ദൈവം നമ്മെ നിറയ്ക്കുവാൻ ആമേ. കഴിഞ്ഞ വർഷങ്ങളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രാർത്ഥനകൾക്ക് ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളില് ദൈവം മറുപടി നൽകുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഞങ്ങൾ കഴിഞ്ഞ വർഷകാലം പ്രാർത്ഥിച്ച നിരവധി പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളില് അതിന്റെ മറുപടികൾ കാണുവാൻ ദൈവം സഹായിക്കണമേ. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്ര. ദൈവത്തിന്റെ കരം നീട്ടാൻ പോകുന്നതിനായി സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. മദ്യപാനികളായി കഴിയുന്നവർക്ക് കർത്താവ് രൂപാന്തരം കൊടുക്കണമേ. ആ മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ ദൈവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളാണ്. വിവാഹപ്രായമെത്തിയതായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകൃപയുള്ളതായ ആമേ മക്കളെ ദൈവം നമ്മുടെ ഭവനങ്ങളിലേക്ക് അയക്കുവാനായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചാണ്. ആമേ. ഹല്ലേലൂയ. ആമേ. ലോകപ്രകാരമുള്ളതായ ഡിഗ്രികളോ ആമേ നന്മകളെ കലുപരിയാണ് പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുടെ കുഞ്ഞിനെ എന്റെ ഭവനത്തിൽ എന്റെ മോന് വേണ്ടി എന്റെ മോക്ക് വേണ്ടി ദൈവം ഒരുക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ഈ വർഷം തന്നെ കർത്താവേ, അതിനുള്ള ക്രമീകരണങ്ങള് ദൈവത്താ സംഭവിപ്പാ ദൈവം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ തലമുറയില്ലാതെ ഫലപ്പെടുന്ന ഒത്തിരിയും പ്രിയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ തന്നെ പലരും തലമുറയില്ലാതെ ഫലപ്പെടുന്നുണ്ട്. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് കർത്താവേ, ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. മക്കളെ ഹോവാ നൽകുന്ന അവകാശമാണല്ലോ, ഉദരഫലം ദൈവത്തിന് പ്രതിഫലമാണല്ലോ. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് തലമുറകളെ നൽകി ദൈവരെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഡൈവേഴ്സ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ദൈവീയ ക്രിസ്തീയ ഭവനങ്ങളിൽ തന്നെ ഡൈവേഴ്സ് വളരെ കൂടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് കർത്താവെ, ദൈവം പ്രവർത്തിച്ചാണ്. ദൈവത്തെ യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിപ്പിക്കാൻ കഴിയത്തില്ലല്ലോ. ഈ പൈശാചിക മണ്ഡലങ്ങൾ കർത്താവെ പുതിയ കുടുംബങ്ങളെ പോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉടവലവ ശബ്ദലഘടകതുരാലക ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ്. ആ വിഷയത്തിമേ ദൈവത്തിന്റെ വലിയ കരം നീട്ടാൻ പോകുന്നതിനായി സ്തോത്ര. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ പോകുന്നതിനായി സ്തോത്ര. പ്രത്യേകിച്ച് നോർത്തിനിക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിപ്പടയായി വടക്കേലുള്ള എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുന്ന 3 ദൈവദാസന്മാര് ഈ ക്രിസ്മസിന്റെ ദിവസം തന്നെ എത്രയോ അടുത്താണ് അക്രമങ്ങൾ നടന്നത്. ആമേൻ. ദൈവദാസന്മാരെ ദൈവമക്കളെയൊക്കെ അടിച്ച് ജയിലൊക്കെ ഇട്ടിരിക്കുക. ജാമ്യം പോലും കിട്ടാതെ അനേകരിന്നും ജയിലിൽ കിടക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ഇന്ന് രാത്രികാലം ഈ പകൽക്കാലം പിതാവേ, ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ എത്രയും പെട്ടെന്ന് പുറത്തു വരുവാൻ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം നീട്ടണമേ. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ആ വിഷയത്തിമേ ചലിക്കാൻ പോകുന്നതിനായി സ്തോത്ര. പരിശുദ്ധാത്മാവിന്റെ കരം ആ വിഷയത്തിമേ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്ര. വിശ്വാസത്തോടെ സംശയിക്കാതെ ഞങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവേ, അങ്ങ് അഭിഷേകമേ പ്രവർത്തിച്ചാട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയില്ലാതെ കഴിയുന്ന ഒത്തിരിയും പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ജോലിയില്ലാതെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ. ആമേ, ഹല്ലേലൂയ. ഇഷ്ടംപോലെ പൈസ ലോൺ എടുത്താണ്, കടമെടുത്തിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുക, അവിടെ വിസയുടെ കാലാവധി തീർന്നിരിക്കുകയാണ്. വളരെ വിഷമം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തില് ദൈവമാഭിഷേകങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിച്ചാണ്. ദൈവമാഭിഷേകങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഈ പുതിയ വർഷം ആത്മാവിന്റെ അഭിഷേകത്താൽ, ആത്മാവിന്റെ ശക്തിയില് ഞങ്ങളുടെ അഭിഷിക്തദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. ഇന്നുവരെയും കാണാത്തൊരു വലിയ ദൈവ പ്രവൃത്തി, ഇന്നുവരെ അനുഭവിക്കാത്തൊരു ദൈവ പ്രവൃത്തി ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ വെളിപ്പെടുവാൻ ഈ പുതിയ വർഷത്തിലെ ആരംഭ മാസങ്ങളില് ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അനേക ആത്മാക്കളെ കൊണ്ട് ദൈവസഭകൾ നിറയട്ടെ, ശൂന്യതകൾ മാറട്ടെ, പരാജയങ്ങൾ മാറട്ടെ, പോരായ്മകൾ മാറട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഭവനങ്ങളില്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ പ്രാർത്ഥന വിഷയമാണല്ലോ. ദൈവദാസന്മാർക്ക് പലർക്കും ഭവനങ്ങളില്ല. സഭാ ശുശ്രൂഷകൾ കഴിഞ്ഞ് റിട്ടയർഡ് ആകുന്ന സമയത്ത് ഏറിക്കിടക്ക് ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാണ് കർത്താവേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം വഴിക തുറക്കണമേ, വഴിക തുറക്കണമേ, വഴിക തുറക്കണമേ. ഹല്ലേലൂയ. അതിനുള്ള സാമ്പത്തിക വഴിക ദൈവം തുറക്കണമേ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവത്താൽ ക്രമീകരിക്കപ്പെടുവാൻ പിതാവേ അങ്ങ് സഹായിക്കണമേ എന്ന് കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവമകൾക്ക് പലർക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ, അത് വേഗത്തിൽ പൂർത്തീകരിപ്പാ ദൈവം സഹായിക്കണമേ. അതിനാവശ്യമായ വഴികളും വാതിലും ദൈവം തുറക്കണമേ. പല സ്ഥലങ്ങളിൽ ചർച്ചിന്റെ പണികൾ നടക്കുന്ന കർത്താവേ, സാമ്പത്തികമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ട് ദൈവമേ. അതിനുവേണ്ടി ദൈവം വഴികൾ തുറക്കണമേ. എത്രയും പെട്ടെന്ന് ആലയത്തിന്റെ പണികളെല്ലാം നടക്കുക പരിശുദ്ധാമാവേ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചാണ്. ക്യാൻസർ രോഗത്താൽ എത്രയോ പ്രാർത്ഥന വിഷയങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് അത് വരുന്നത്. ക്യാൻസർ രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, രോഗമുള്ള സ്ഥാനത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ചാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്നവരെ, ക്യാൻസർ രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാൽ, ആസ്മയുടെ രോഗം, ശ്വാസം മുട്ടല്, ചില നാളുകളാണ് ചില ശ്വാസം മുട്ടലിന്റെ അസ്വസ്ഥതകള്, കർത്താവേ യേശുവിന്റെ നാമത്തില് നീ പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതം സംഭവിക്കണമേ. കർത്താവേ, നടുവിന്റെ വേദന, തലവേദന, ജോയിൻസിന് മുഴുവനും വേദനയാൽ ഭാരപ്പെടുന്നവര്, കണ്ണിന്റേതായ കണ്ണ് സംബന്ധമായ ചില പ്രയാസങ്ങള്, നാളുകൾ അലട്ടുന്നതായ പ്രിയപ്പെട്ടവര്, ദൈവദാസിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇനി മേലെ ആ പ്രയാസം ഉണ്ടാകില്ല കർത്താവേ. സ്കിൻ അലർജിയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്, വെരിക്കോസിയോസ് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഷുഗർ വളരെ കൂടി, ഡയബറ്റിന്റെ പ്രയാസം കഴിയുന്നുണ്ട് കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വയറിന്റെ വേദനയാൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. പാൻക്രിയാസ് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തില് ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം ഓടുന്ന ദൈവത്തിന്റെ വചനമായ പ്രാണനെയും ആത്മാവിനെ സന്ധി മജ്ജകളെ വേറെ വിടുവിക്കുമെന്ന ദൈവാത്മാവിന്റെ വചനത്തിന്റെ ശക്തി ഈ പ്രാർത്ഥന ദിവസം പകൽക്കാലം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. വിടുന്ന ദൈവം വായിക്കണമേ. അപകടമുണ്ടായി ഇപ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന പല ജീവിതങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഓടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് അത്ഭുതത്തിന്റെ കരമാ പ്രിയപ്പെട്ട മക്കളുടെ മേല് ദൈവം അയക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം വലിയ ചെയ്യണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ പുതിയ വർഷം ആത്മീയമായും ഭൗതികമായി എല്ലാ മണ്ഡലങ്ങളും തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ. ഇന്നുവരെ കാണാത്ത, ഇന്നുവരെ അനുഭവിക്കാത്ത വലിയൊരു ആത്മീയ വിടുതലെ ഞങ്ങളുടെ സഭകളുടെ മേൽ, ദൈവദാസന്മാരുടെ മേൽ, ദൈവമക്കളുടെ മേലൊക്കെ ദൈവമേ അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. എന്നാലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാണ്. പാസ്റ്റർ, അതുപോലെ പ്രവീണ ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മക്കളുടെ പ്രാർത്ഥന ചോദിക്കും. പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ഗ്രേസിന്റെ അഡ്മിഷന്റെ വിഷയം 3-ാം തീയതി ഇനി അവിടെ ഓഫീസുകളൊക്കെ തുറക്കണേ. അപ്പൊ അതൊന്ന് ശരിയാകാൻ വേണ്ടി മനുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. മോന് അവിടെ പ്രേയറിനൊക്കെ കടന്നു പോകാനായിട്ടുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. അതിന് അടുത്ത സൺഡേയിൽ അവന് കടന്നു പോകാനുള്ള കൃപ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. പാസ്റ്റർ, ഇന്ന് ഉദിത്തും കുടുംബവും
ബാംഗ്ലൂർ തിരിച്ചു പോവുക, യാത്രയുടെ എല്ലാം ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. 9:30 ആകുമ്പോഴത്തേക്ക് പോകും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ പറയാൻ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ പേര് മഞ്ജു എന്നാണ്. എൻ്റെ പ്രാർത്ഥനാ വിഷയം എൻ്റെ മോൻ്റെ കാര്യമാണ്. അവൻ ഈ വർഷം പുതിയൊരു കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യത്തെ ദൈവം ഒരുക്കി തരണം. അതിനുവേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. അവന് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാനിടയായി തീർന്നു. സാമ്പത്തിക പ്രയാസങ്ങളായിരുന്നു കാരണം. പിന്നെ അത് കാരണം അവനെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുവാൻ തൊക്കാണ്. ദൈവം ഒരു വഴി തുറക്കുന്നതിന് വേണ്ടി ദൈവമക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ചോദിക്കുന്നു. എന്റെ വിഷയം കൂടെ പാസ്റ്ററെ. എന്റെ കാലിന്റെ വേദനയ്ക്ക് ഇപ്പോഴും കുറവില്ല. നീരും വേദനയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താ വേണമെന്ന് വിചാരിക്കുക. പാസ്റ്ററെ, ഒരു വിഷയവും കൂടെ. ജെയിംസിന് അഹമ്മദാബാദിൽ നിന്ന് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവഹിതമാണെങ്കിൽ അതിനുള്ള വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഷാജിയാണ്. എൻ്റെ കൈ നല്ല വേദനയാണ്. വേദനയായിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ജോയിൻ്റെ തേയ്മാനം ഉള്ളതാണ്. അപ്പോൾ കൈ ഭയങ്കര വേദന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പറഞ്ഞ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതുപോലെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യങ്ങളുമെല്ലാം അത്ഭുതം പ്രവർത്തിപ്പാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ലൊരു ജോലി യേശുവിന്റെ നാമത്തില് പ്രിയ പൈതന് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന കർത്താവിന് അസാധ്യം അതൊന്നുമില്ലല്ലോ കർത്താവ്. നല്ലൊരു ജോലി ദൈവം തുറന്ന് മാനിക്കണമേ കർത്താവ്. ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ നല്ലൊരു അഡ്മിഷനിലേക്ക് ദൈവം സഹായിക്കണമേ. മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൈതൽ കർത്താവ് കടന്നുപോയി കർത്താവ് ആരാധന സ്വാതന്ത്ര്യം ആരാധന കടന്നു പോകാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കണമേ. അതിനുള്ള അവധിയൊക്കെ ലഭിച്ച് ആരാധന കടന്നു പോകുവാൻ ദൈവത്തെ പാടി സ്തുതിപ്പാൻ എന്നെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മിനിയാന്റിയുടെ മക്കളുടെ യാത്രയിലാണല്ലോ കർത്താവ്. തക്ക സമയത്ത് അവിടെ എത്തുവാൻ ദൈവം സഹായിക്കണമേ. ഇതാ വഴി നിന്നെ കാക്കുവാൻ എന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷേമത്തോടെ അവിടെ എത്തുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. പ്രിയ മഞ്ജുസ് വരവിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോനൊരു പുതിയ കോഴ്സ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവഹിത പ്രകാരം നല്ലൊരു കോഴ്സിൽ നല്ലൊരു അഡ്മിഷൻ ലഭിക്കാൻ ദൈവം സഹായിക്കണമേ. പ്രിയ പൈതനെ സ്വർഗമാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു നല്ല ജോലിക്ക് വേണ്ടി പൈതൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ആത്മാവിന്റെ വലിയ കരം നീട്ടണമേ. അത്ഭുതം ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിലെ ദാസന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലിന്റെ വേദനയാൽ ഭാരപ്പെടുന്നു. ചില നാളുകളായ കർത്താവെ കാലിനകത്തൊരു മഴയുണ്ടായത് മാറ്റി, പക്ഷെ ഇപ്പോഴും വേദനയാണല്ലോ കർത്താവെ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായ സൗഖ്യം ദൈവം അയച്ചാണ്. ആ വേദന ഈ പകൽക്കാലം മാറട്ടെ. വിശ്വാസത്തോടെ ആത്മാവി കൽപ്പിക്കുന്നു, ആത്മാവി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ കരം നീട്ടാൻ പോകുന്നതിനായി സ്തോത്രം. ഷാജയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമൻ ബഹ്റിന് ജോയിൻ ചെയ്യവടെയായി കർത്താവേ. കൈക്ക് ഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ഞങ്ങൾ ഈ പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് അത്ഭുതമേറിയ സൗഖ്യം ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പൂർണ്ണമായ സൗഖ്യവും ബലവും ദൈവീയ വിടുതലും നിമിഷം അയക്കണമേ കർത്താവെ. പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ കരമുണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കുടുംബത്തിലുള്ള പലരും കർത്താവെ ആമേന്ന് ജോയിൻ ചെയ്തിട്ടില്ല കർത്താവെ. വിവിധ രാജ്യങ്ങളിലെ സഭയിലെ പ്രാർത്ഥനകളൊക്കെ നടക്കുകയാണല്ലോ കർത്താവെ. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കർത്താവിന്റെ കൃപയും പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ പിതാവേ. ഞങ്ങളുടെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അഭിഷിക്ത ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. ആഴമേറിയ ദൈവീയ ദൂതുകൾ ദൈവീയാലോട് സംസാരിപ്പാ പിതാവേ. പുതിയ വർഷത്തില് ദൈവാത്മ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിപ്പാൻ പിതാവേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ ദൈവം ചെയ്താട്ട് എല്ലാ പ്രാർത്ഥന
ആവശ്യങ്ങളുടെ മേലും കർത്താവിന് കരുണ ദൈവം അയച്ചു കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് എല്ലാവരും അല്പ നിമിഷം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്. സ്തോത്രം 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 കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വലിയ ചെയ്യട്ടെ എന്ന് ദൈവമായി പ്രാർത്ഥിക്കുന്നു. വർഷത്തിന്റെ അവസാന ദിവസങ്ങളായതുകൊണ്ടാണ് 1-2 ദിവസം അടുപ്പിച്ച് ഞാൻ ലീഡിയുടെയായ അടുത്ത ദിവസം മുതൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട ലീഡിങ് ചെയ്യുന്നതായിരിക്കും, പാട്ട് പാടുന്നതായിരിക്കും, മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവനാമമഹത്വനായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന ദൈവത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ കൂടി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളൊക്കെ കേട്ട് ബലപ്പെടുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കഥാവിനെ വാഴ്ത്തുന്നു. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വീഡിയോ തന്നെ ഓൺ ആക്കി ഒന്നിരുന്നാൽ അതിന് സൂക്ഷിക്കുന്നവർക്ക് അതിൽ അനുഗ്രഹമായി തീരുമല്ലോ. പ്രഭാത സമയമാണെന്ന് എനിക്കറിയാം. എന്നാലും പേര് നമ്മുടെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതാണല്ലോ. ഇന്ന് പ്രഭാത സഭയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പലരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വീട്ടോട്ട് വന്നുകൊണ്ട് ബഹറിലൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. പല സഭകളിലും പല രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചുരുക്കമേരായ നാം ദൈവത്തിൽ അതിലായിരിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവനെ സൃഷ്ടിക്കുന്നത് ഷാരോ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്ത് സെന്ററിന്റെ സെൻട്രൽ മിനിസ്റ്ററായ സേവനമനുഷ്ഠിക ജ്യേഷ്ഠ തുല്യം ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ ദാസൻ പാസ്റ്റർ ബെന്നി പിവിയാണ്. ഈ കാലഘട്ടത്തിൽ വടക്കേ വിവിധ ഗ്രാമങ്ങളില് സ്ഥലങ്ങളില് ദൈവശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തെ ഇപ്പൊ സഭാ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ബറൂച്ചില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ മോഹൻ റിബിൻ നമ്മുടെ പ്രാർത്ഥനയുടെ UK അയർലൻഡിന്റെ മിഷൻ കോർഡിനേറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് പ്രിയ ദൈവദാസനെ നമുക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യാം. തുടർന്നുള്ള സമയങ്ങൾ ദൈവം സൃഷ്ടിച്ചു വേണ്ടി കർത്താവിന്റെ ദാസനെ ദൈവനാമത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാദിനിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന താടിദാസനൊപ്പം തന്നെ എൻ്റെ സ്നേഹിതനും ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായിരിക്കുന്ന താടിദാസൻ ബെൻസൺ ദാനിയലിനും കുടുംബത്തിനും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നതായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം കൃപ ചെയ്തതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രാർത്ഥനയുടെ തണൽ എന്ന പേരിൽ പ്രഭാതത്തിൽ നടക്കുന്നതായിരിക്കുന്ന 366-ാമത്തേതായിരിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. കഴിഞ്ഞ ഒരു വർഷക്കാലം തുടർമാനമായി ഈ പ്രഭാതത്തിൽ പ്രകാരം പ്രാർത്ഥിപ്പാൻ സഹായിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ചിലരൊക്കെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് അല്പസമയങ്ങളേ ആയുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ സമയം അനുസരിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 6.5 മണിക്കൂർ കഴിഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ ലോകത്തിലേക്ക് അഥവാ ഈ വർഷം പുതുവർഷം കടന്നു വന്നിട്ട് ഏകദേശം ഒരു ദിവസം പിന്നിടാൻ പോവുകയാണ്. കണക്കുകൾ അനുസരിച്ച് പസഫിക് സമുദ്രത്തിലുള്ളതായിരിക്കുന്ന കിരിബത്തി എന്ന് പറയുന്നിരിക്കുന്ന ദ്വീപിലാണ് ആദ്യം പുതുവർഷം വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്ത്യൻ സമയം 3:30-ക്കാണ്. ഇന്ത്യൻ സമയം പകല് 3:30-ക്കാണ് അവിടെ പുതുവർഷം കടന്നു വരുന്നത്. ഇങ്ങനെ പല സമയങ്ങളിലാണ് പല രാജ്യങ്ങളിലും വരുന്നത്. അതെല്ലാം മനുഷ്യൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ പിന്നിലൊക്കെ ദൈവത്തിന്റെ കരമുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അടയാളങ്ങൾക്കായും കാലം, ദിവസം, സമയം, സംവത്സരം ഇങ്ങനെ വേർതിരിപ്പാനായിട്ടും ദൈവം ആകാശത്തിൽ തൻ്റെ ജ്യോതിർഗോളങ്ങളെ അഥവാ പ്രകാശം വെച്ചിരിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിപ്പാൻ കഴിയുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന്
കർത്താവിന്റെ ദാസൻ ബെൻസൺ പാസ്റ്റർ വായിച്ചതായിരിക്കുന്ന സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിലൊരു ദൈവിക നടത്തിപ്പുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇന്ന് മെസ്സേജിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായിരിക്കുന്ന കുറിവാക്യവും ആ സങ്കീർത്തനത്തിൽ നിന്നും തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു ഒത്തിട്ടൊന്നുമല്ല. സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം, 65-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. പുതുതായിട്ട് ഇപ്പോൾ കയറിയവരുണ്ടെങ്കിൽ അവരുടെ അറിവിലാണ്. 65-ാം സങ്കീർത്തനമാണ് കർത്താവിന്റെ ദാസൻ വായിച്ചത്. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ അഥവാ ദൈവം സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. സംവത്സരത്തെ ദൈവം തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ഇവിടുത്തെ അക്ഷരികമായി നോക്കിയാൽ ആമേൻ ദേശത്ത് ആമേൻ മഴ പെയ്ത് വളരെ പച്ചപ്പൊക്കെ വന്ന് കൃഷിയിടങ്ങളിലൊക്കെ ആമേൻ നല്ലതുപോലെ കൃഷിയൊക്കെ ഇറക്കി ഇതെല്ലാം നല്ല ആമേൻ പച്ചപ്പ് പിടിച്ചു നിൽക്കുന്നതായ മനോഹരമായ സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം രചിച്ചതെന്ന് നമുക്കിതിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മൃഗജാലങ്ങളും ആടുമാടുകളൊക്കെ ആമേൻ അവ തിന്നുകയും കുടിക്കുകയും ആർക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭവനങ്ങളിലൊക്കെ വലിയ ആനന്ദവും സന്തോഷവും ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന സമയത്തെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. 9 മുതൽ നീ ഭൂമിയെ സന്ദർശിച്ചു, നനയ്ക്കുന്നു, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉണങ്ങി വരേണ്ട അവസ്ഥകൾ മാറി ഒരു പച്ചപ്പിന്റെ ഒരു കുളിർമയുടെ ആമേൻ അനുഭവം ദേശത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അത് വലിയൊരു അലങ്കാരമായി ആമേൻ അത് വളരെ സൗന്ദര്യമായിട്ട് കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ സംവത്സരം എന്നുള്ളതിനെ മറ്റു നിലവാരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ലൈഫ് അഥവാ ജീവിതം എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നീ ഒരു മനുഷ്യന്റെ ജീവിതത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ നമുക്ക് ആ വചനം ചിന്തിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. സകല നന്മയുടെയും കാരണഭൂതൻ ദൈവമാണ്. സ്തോത്രം. ദൈവം നന്മയുടെ ഉറവിടമാണ്, നന്മയുടെ ഭണ്ഡാരമാണ് സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വളരെ ഖേദത്തോട് പറയട്ടെ, ഈ നന്മ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ അനേകരുടെ മനസ്സിലും പണം, ഭൗതികമായിരിക്കുന്ന ആ ചിന്തയാണ് അനേകരുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ആ ചിന്തകൾ മാറ്റണം. ആമേൻ. ദൈവത്തിന്റെ നന്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടിയിൽ മേത്രമായ മനുഷ്യന് വേണ്ടി ചെയ്യുന്നതൊക്കെ നന്മയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആമേൻ. 31-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 39-ാം സങ്കീർത്തനം അതിൻ്റെ 31 അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആമേൻ വലിയ 2 വിധമായ നന്മകളെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ആമേൻ, ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത് അഥവാ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആമേൻ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നന്മയുണ്ട്. അപ്പോൾ തന്നെ
ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയെ അഥവാ ദൈവത്തിന്റെ മക്കൾക്ക് കാണത്തക്ക രീതിയിൽ, അനുഭവത്തിക്കത്തക്ക രീതിയിൽ, ഓരോ ദിവസവും രുചിക്കത്തക്ക രീതിയിൽ ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന നന്മകളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും, നമുക്ക് അനുഭവിക്കാൻ കഴിയും, നമുക്ക് രുചിക്കാൻ കഴിയും, നമുക്കിവിടെ അതിൽ സന്തോഷിക്കാൻ കഴിയും, നമുക്ക് ആമേൻ മഹത്വം കരേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനൊക്കെ കഴിയുന്നതായിരിക്കുന്ന ആമേൻ നന്മ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അക്ഷരികമായി അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ നന്മ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് വെളിപ്പെട്ട നന്മ, മറ്റൊന്ന് വെളിപ്പെടുവാൻ പോകുന്ന നന്മ എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ നന്മ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് ആമേൻ ഗുഡ്നെസ് എന്നുള്ളതായിരിക്കുന്ന ഒരു വേർഡ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബൗണ്ടി എന്നുള്ളതായിരിക്കുന്ന മറ്റൊരു വേർഡ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗുഡ്നെസ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ദയയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ആമേൻ. വേറൊരു ഭാഗത്ത് ദൈവത്തിന്റെ മഹാദയ എന്നുള്ളതായിരിക്കുന്ന ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ ഘോഷിക്കുമ്പോൾ ആമേൻ മോശയുടെ മുമ്പാകെ ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ ഘോഷിക്കുമ്പോൾ അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു പദമാണ് മഹാദയ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മഹാദയ എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യതയില്ലാതെ, പ്രാപിക്കാൻ അർഹതയില്ലാതിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ മേൽ ഹല്ലേലൂയ ദൈവം പ്രകടമാക്കുന്ന ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ മഹാദയ. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ നന്മയാണ്, വലിയൊരു നന്മയാണ്. സ്തോത്രം. ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് ദൈവത്തിന് കൂടെ വസിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ജനം മാറ്റപ്പെടുമ്പോൾ, ദൈവജനം അങ്ങനെ ആയിരിക്കുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന, ദൈവം വിളിച്ചതായിരിക്കുന്ന, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചതായിരിക്കുന്ന മോശയുടെ മുമ്പാകെ ദൈവം വെളിപ്പെട്ടിട്ട് അവിടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുമ്പോൾ തന്നോട് പറയുന്നതായിരിക്കുന്ന ഒരു കാഹനയാണ് ദൈവത്തിന്റെ മഹാദയ എന്നുള്ളതായിരിക്കുന്ന ഒരു പദം അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കാരണം തന്റെ സമസൃഷ്ടങ്ങൾക്ക് ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യം, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന പ്രാപിക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹാദയ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മൾ വായിക്കുന്നത് സ്നേഹിതന്മാർ തമ്മിൽ അഭിമുഖമായി സംസാരിക്കുന്നത് പോലെ ദൈവവും മോശയും തമ്മിൽ സംസാരിച്ചു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക പ്രിയമുള്ളവർ, ഒരു ലേവി ഗോത്രത്തിൽ അടിമകളുടെ മകനായി ജനിച്ച മോശ, സ്തോത്രം, തന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ താനേക്ക് കൊട്ടാരത്തിൽ 40 വർഷക്കാലം ജീവിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്നാൽ ഒരിക്കലും ഒരു അടിമയ്ക്ക് കൊട്ടാരത്തിൽ വളരുവാനുള്ളതായ യോഗ്യതയില്ല, അങ്ങനെ ഒരു അവസരം വരികയില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവം അങ്ങനെ തനിക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ഒരുക്കി. അവിടെ നിന്ന് 40 വർഷക്കാലം വീണ്ടും ഹല്ലേലൂയ മരുഭൂമി വാസത്തിലേക്ക് താൻ പോകുന്നതായ അവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിന്റെ കരുണയും തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട്, മഹാദയ തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട്
ദൈവം തന്നെ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ പ്രതിസന്ധിയുടെ നടുവിൽ ജനനം കൊടുത്ത് അനവധി പ്രതിസന്ധികളിലൂടെ തന്നെ കടത്തിവിട്ട് മെനഞ്ഞെടുത്തുവോ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിക്കുമ്പോൾ അവിടെയും അനവധി വെല്ലുവിളികൾ, അനവധി പ്രതിസന്ധികൾ കടന്നു വരികയാണ്. ദൈവം വിടുവിച്ചെടുത്തതായിരിക്കുന്ന ജനം തന്നെ വിഗ്രഹാരാധനയിലേക്ക്, പാപത്തിലേക്ക്, നാശത്തിന്റെ പാതയിലേക്ക് പോകുമ്പോഴും ദൈവത്തിന്റെ മഹാദയ മോശയെ വിട്ടുമാറുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് ലഭിക്കാത്ത, നമ്മളെ പോലെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവും അസ്ഥിക്ക് അസ്ഥിയുമായിരിക്കുന്ന അനേകർക്ക് ലഭിക്കാത്തതായിരിക്കുന്ന കരുണയും ദയയും ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്റെ നന്മ കൊണ്ട് നമ്മെ അലങ്കരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അവര് കടന്നുപോയ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയതാണ്. അവർ സഞ്ചരിച്ച പാതകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചതാണ്. അവർ ശ്വസിച്ചതായിരിക്കുന്ന അതേ സ്ഥലത്തൊക്കെ നമ്മളും വസിച്ച് ജീവശ്വാസം വായു ശ്വസിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഭക്ഷിച്ചതുപോലെയുള്ള ആഹാരം നമ്മൾ ഭക്ഷിച്ചതാണ്. അവർ കുടിച്ചതുപോലെയുള്ള വെള്ളം നമ്മൾ കുടിച്ചതാണ്. എന്നാൽ പലരുടെ ജീവിതത്തിൽ അത് ഹാനിയായി ഭവിച്ചപ്പോൾ അനേകം 2026 കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വലിയവനായിരിക്കുന്ന ദൈവം 2026 കാണുവാനുള്ളതായ ഒരു ഭാഗ്യം നമുക്ക് തന്നെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു മഹാദയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ നന്മ ദൈവം നമുക്ക് തന്നതാണ്. ഈ നന്മ ദൈവം നമ്മെ അലങ്കരിച്ചതാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. നമ്മളിവിടെ വായിക്കുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മെ പിന്തുടരുന്ന നന്മയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകമനുഷ്യൻ മുഴുവൻ നന്മയുടെ അഥവാ ധനത്തിന്റെ പിറകെ ഓടുകയാണ്, ധനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ദൈവത്തെ പിൻപറ്റുന്നവനായതുകൊണ്ട്, ദൈവത്തെ അനുഗമിക്കുന്നവനായതുകൊണ്ട്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ആ ദൈവത്തിന്റെ പാതയിൽ തന്നെ നടക്കുന്നവനായതുകൊണ്ട് കർത്താവ് നമുക്ക് പിൻപറ്റുവാൻ ഒരു കല്ലിലെ പാത വെച്ചിട്ടുണ്ട്, ഒരു കാലടികൾ വെച്ചിട്ടുണ്ട്, കാൽച്ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതിനെ നോക്കി അനുഗമിക്കുന്ന ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. മക്കളെ, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്ന ആ വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിന്തുടർന്നു വരുന്നതായിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ നന്മ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം, കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, അവരെ അനുഗമിച്ച പാറയെന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ പിറകെ അവരെ അനുഗമിച്ച സ്തോത്രം പാറ, അതിൽ നിന്നാണ് അവർ കുടിച്ചത്. സ്തോത്രം. ഒരിക്കൽ അത് കല്ലിലെ പിളർക്കപ്പെട്ടു. ധാരാളം വെള്ളം പുറപ്പെട്ടു. മരുഭൂമി വാസത്തിൽ അവരെ അനുഗമിച്ച പാറ. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അവനെയാണ് നമ്മൾ അനുഗമിക്കുന്നതെങ്കിൽ ആ ക്രിസ്തുവാകുന്ന ഹല്ലേലൂയ നന്മ ഹല്ലേലൂയ
ആമേൻ നമ്മുടെ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, നമ്മൾ അവനെ അനുഗമിക്കുമ്പോൾ ആമേ അതൊരു നന്മയായി, അനുഗ്രഹമായി, അലങ്കാരമായി, സന്തോഷമായി, സംരക്ഷണമായി നമ്മുടെ പിറകെ ഹല്ലേലൂയ വരുന്നതായിരിക്കുന്ന ഒരു നന്മ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 27-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഇത് അക്ഷരികമായിട്ടുമുണ്ട്, ആത്മീകമായിട്ടുമുണ്ട്. സ്തോത്രം. ആമേൻ. നാം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ആമേൻ ദൈവത്തിന്റെ നന്മകൾ നമ്മൾ എന്ത് ചെയ്യും? അനുഭവിക്കും, അത് കാണും. സ്തോത്രം. അത് സമാധാനമായി, അത് ദൈവിക സംരക്ഷണമായി, ദൈവികമായിരിക്കുന്ന സ്വസ്ഥതയായി, ആമേൻ, ദൈവികമായിരിക്കുന്ന സന്തോഷങ്ങളായി ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മാത്രമല്ല, വരുവാനുള്ളതായിരിക്കുന്ന കാലത്തിലും നമ്മൾ ആ നന്മ കാണുമെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. പലരും കർത്താവിനെ കണ്ടെത്തി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, എന്നാൽ വിലപിക്കുന്നത് കാണുവാൻ കഴിയും. ഓ, കർത്താവിനെ പിൻപറ്റിയിട്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല, ഒരു നന്മയും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തുവിനെ അനുഗാമേൻ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിൽ ലഭിക്കുന്നതായിരിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിലുണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആമേൻ നമ്മുടെ അകത്തുണ്ടാകുന്നതായിരിക്കുന്ന ഒരു പ്രാഗൽഭ്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നതൊക്കെ ആ മേഖലയിലൂയ ദൈവത്തിന്റെ നന്മകളാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങള്. സ്തോത്രം. ഓരോ കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യരിൽ അറിഞ്ഞുകൂടാ. ആമേൻ. ഒരു കൂട്ടായ്മ തുടങ്ങിയാൽ അത് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഗ്രാമത്തിലൊക്കെ കടന്നു പോകുന്നു. ആമേൻ. അവിടെ നിന്ന് പോയതുപോലെ മടങ്ങി വരുമോ എന്ന് അറിഞ്ഞുകൂടാ. സ്തോത്രമെങ്കിലും അകത്തൊരു ധൈര്യമുണ്ട്, അകത്തൊരു ഹല്ലേലൂയ സന്തോഷമുണ്ട്. ആമേൻ. കാരണം ആമേൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്രയെത്രയോ ഭക്തന്മാർ ആമേൻ ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കുന്നു, ക്ലേശം അനുഭവിക്കുന്നു, പീഡനം അനുഭവിക്കുന്നു, ഉപദ്രവം അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ആമേൻ ഹല്ലേലൂയ സഹപാഠിയായിരുന്നായിരിക്കുന്ന ഒരു ദൈവദാസനും കുടുംബവും ഇപ്പോൾ UP-യിൽ ജയിലിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ഒരു ബെഞ്ചിലിരുന്ന ഹല്ലേലൂയ ജീവനം പഠിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എത്രയെത്രയോ ജീവിതങ്ങള്. സ്തോത്രം. എന്നാൽ ആമേൻ അതിലും ആമേൻ അതിന്റെ നടുവിലും ആമേൻ അവരുടെ അകത്ത് ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു ധൈര്യം കർത്താവ് കൊടുക്കുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഭയം കൂടാതെ വണ്ണം നിൽക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവത്തിന്റെ കൃപ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് തന്നെ മുന്നേ പറഞ്ഞു, എന്റെ നാമ നിമിത്തം നിങ്ങളെ ആമേൻ നാടുവാഴികളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അധികാരികളുടെ മുമ്പാകെ ഹല്ലേലൂയ നിർത്തും. എന്നാൽ അവിടെയൊക്കെ ആമേൻ ഒരു ഭക്തൻ പതറാതെ നിൽക്കുന്നത്, അവിടെയൊക്കെ ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ തളരാതെ നിൽക്കുന്നതിന്റെ കാരണം ആമേൻ അവന്റെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന നന്മ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഒരിക്കലും ആമേൻ കർത്താവിങ്കിൽ വന്നിട്ട് ഭൗതികത്തെ മാത്രം നോക്കിക്കൊണ്ട് എനിക്കൊരു നന്മയും ഉണ്ടായില്ല, എൻ്റെ കുടുംബത്തിനൊരു ഗുണവും വന്നില്ല എന്ന് ഒരിക്കലും നമ്മൾ വിലപിപ്പാൻ ഇടയാകരുത്. അത് തിരിച്ചറിവിന്റെ ഹല്ലേലൂയ കുറവ് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മള് ഈ ലോകത്തിൽ ഭൗതികമായിരിക്കുന്ന ഒരു കാര്യത്തിൽ
സ്തോത്രം ഹല്ലേലൂയ പ്രശംസിപ്പാൻ ഇടവരരുത്. 52-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ആമേ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആമേ മഹാദയയെക്കുറിച്ച് അവിടെ ഹല്ലേലൂയ, ദയയെക്കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, ആമേൻ, 52-ാം സങ്കീർത്തനം അതിന്റെ ഹല്ലേലൂയ, വീരാ നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സ്വയം ഹല്ലേലൂയ ബലത്തിലോ, സ്വയം ഹല്ലേലൂയ ധനത്തിലോ, സ്വയം ഹല്ലേലൂയ ബുദ്ധിയിലോ ആമേൻ ഒന്നും നമുക്ക് ഹല്ലേലൂയ പ്രശംസിപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയിലാണ്, അഥവാ ദൈവത്തിന്റെ നന്മയിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് ആമേ ശവമടക്കിന്റെ സമയത്തൊക്കെ ദൈവദാസന്മാർ ഇങ്ങനെ ഒടുവിൽ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേ, ഇതാകുന്നു ആമേ ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ മനുഷ്യന്റെ ഹല്ലേലൂയ അവസ്ഥയെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്താ? ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ബലവാൻ തന്റെ ബലത്തിൽ എന്തിനാണ് പ്രശംസിക്കുന്നത്? ആമേ, പ്രിയമുള്ളവരെ, ധനത്തിലോ ബലത്തിലോ ബുദ്ധിയിലോ ആമേ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒന്നിലും ഹല്ലേലൂയ ദൈവത്തെ മറന്ന് നമുക്ക് പ്രശംസിപ്പാനില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് ആമേ ആരോഗ്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെതായിരിക്കുന്ന ദയ, ആമേ ഹല്ലേലൂയ നന്മയാണ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓരോ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ആമേ ഹല്ലേലൂയ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എത്രയോ കുടുംബങ്ങളിലാണ് സ്വസ്ഥതയില്ലാത്തത്, സമാധാനമില്ലാത്തത്, നരകതുല്യമായിരിക്കുന്ന അവസ്ഥകൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ നന്മയാണ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. എത്രയോ ആമേ ഹല്ലേലൂയ നമ്മൾ ആ വിഷയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എത്രയോ കുടുംബങ്ങളാണ് കോടതി വ്യവഹാരത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായിരിക്കുന്ന ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സദൃശവാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേ ഭാര്യയെ ലഭിക്കുന്നവന് നന്മ ലഭിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭാര്യ ലഭിക്കുന്നതിന് ആമേ സ്തോത്രം. അപ്പോൾ ആമേ അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല, മാതൃകയോടെ ആത്മീയതയിൽ തലമുറകൾക്ക് മാതൃകയായി, ദേശത്തിന് മാതൃകയായി അന്യോന്യം സന്തോഷത്തിലും സമാധാനത്തിലും കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ അത് ദൈവത്തിന് മഹത്വമാണ്. ആമേ, അവർ ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്നവരാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിലും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് ആമേ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ ദൈവത്തിന്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ, പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബമായിട്ടുള്ളതായിരിക്കുന്ന ആമേ നോർത്ത് ഇന്ത്യൻ ജീവിതത്തിന്റെ ഹല്ലേലൂയ ആദ്യത്തെ ശുശ്രൂഷ സ്ഥലം എന്ന് പറയുന്നത് ആമേ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് പോകുമ്പോൾ മനേസർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഹല്ലേലൂയ ബ്ലാക്ക് ക്യാറ്റ്സിന്റെ ഹല്ലേലൂയ മിലിറ്ററി ക്യാമ്പാണ്. ആമേ, അതിന് വെളിയിൽ ആമേ ഒരു ചെറിയ മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതൊരു പ്രാർത്ഥന ആമേ മുറിയായും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാർക്കുവാനുള്ളതായിരിക്കും. ഒരു വാതിലല്ലാതെ അതിന് മറ്റ് ജനലുകൾ ഒന്നുമില്ലാത്തായിരിക്കും. അതിനകത്താണ് ആമേൻ തിരിസ്റ്റവ് മണ്ണെണ്ണ സ്റ്റവ് ഒക്കെ കത്തിച്ച് ആമേ ഹല്ലേലൂയ കിടക്കുന്നത്. രാത്രിയിൽ ഹല്ലേലൂയ വാതിൽ അടയ്ക്കാതെ കിടക്കാനൊക്കത്തില്ല. ആമേ, അവിടെ ടോയ്ലറ്റോ മറ്റു സൗകര്യങ്ങളില്ല. ആമേ, ഒരു ചെറിയ ബോർവെല്ല് ഹാൻഡ് പമ്പ് കൊണ്ട് അടിച്ചിങ്ങനെ വെള്ളം എടുക്കുന്നതായിരിക്കുന്ന ഒരു ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ബോർവെല്ല് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ മണ്ണ് കലർന്ന വെള്ളമാണ് വരുന്നത്. മണിക്കൂറുകൾ വെള്ളം ആമേ ഇങ്ങനെ ഊറാനായിട്ട് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ആമേ കേരളത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് നോർത്തിലേക്ക് വന്നതായിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ കുളിക്കുന്നത്. കാരണം ആമേ ഒരു ബാത്റൂമില്ല. ആമേ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തില്
ആമേ, ഞങ്ങള് ചില ദിവസങ്ങൾ അങ്ങനെ പാർത്തിട്ട് ഒരു പ്രഭാതത്തിൽ ഹല്ലേലൂയ അന്യോന്യം ഞങ്ങളുടെ കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാനിടയായി. കാരണം ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ വരുന്നവരെല്ലാം മിലിറ്ററിക്കാരാണ്. അതിൽ ഒരു മലയാളി പോലുമില്ല. ആമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് പറയാനുള്ളതായിരിക്കുന്ന ഭാഷാ ഹല്ലേലൂയ അന്നില്ല. ആമേ, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ കരയുവാനിടയായി. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ, യേശുവിന്റെ പ്രവാചക ശിഷ്യന്മാര് ആമേ ഹല്ലേലൂയ അവര് യേശുവോട് പറയുന്നതായിരിക്കുന്ന ഒരു പദമുണ്ട്. ഞങ്ങൾ പാർക്കുന്ന ഇടം ആമേ ഇടുക്കമുള്ളതാണ്. ഞങ്ങൾ ഒരു വിശാലതയ്ക്ക് വേണ്ടി യോർദാനിലേക്ക് മരം മുറിക്കുവാൻ പോകുന്നു. നീയും ഞങ്ങളോടുകൂടെ പോരേണം. ആ വചനം ഞങ്ങൾ പറഞ്ഞ് ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ കരങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ കരയുവാനിടയായി. ആമേ, അത്ഭുതം എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ. അന്നേ ദിവസം തന്നെ ദൈവം ഒരു വിടുതൽ തന്നു. ആമേ, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ആമേ ചില പ്രിയപ്പെട്ടവർ വന്നു. ആമേ, പ്രാർത്ഥന കഴിഞ്ഞ് അവർ വെളിയിലേക്ക് ഇറങ്ങി. അവർ അന്യോന്യം എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. അതിലൊരു ഹല്ലേലൂയ സഹോദരനുണ്ടായിരുന്നു, ആന്ധ്രക്കാരൻ. അദ്ദേഹത്തിന് അല്പം മലയാളം അറിയാം. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്? ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നുന്നു. ആമേ, ഞങ്ങളുടെ കൂടെ ഉള്ളതായിരിക്കുന്ന ഒരു സഹോദരന്റെ ഭവനത്തെ തന്റെ ക്വാർട്ടേഴ്സിൽ ആമേ ഒരു മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് പാർക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആമേ, അപ്പോൾ തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ അല്പം ഒരു ചാക്കിനകത്ത് പറക്കിയിടാനുള്ള സാധനമേ ഉള്ളൂ ഞങ്ങൾക്ക്. ആമേ, അതെല്ലാം കൂടെ ഹല്ലേലൂയ ഒരു ചാക്കിനകത്ത് പറക്കിയിട്ടുകൊണ്ട് ആ സഹോദരന്മാരോട് ഒരുമിച്ച് ആമേ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ആമേ ഹല്ലേലൂയ അവിടെ ശുശ്രൂഷിച്ച അത്രയും കാലം ആ ക്വാർട്ടേഴ്സിൽ പാർക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം ദൈവം ഒരുക്കി തന്നു. ഞാൻ പറയുന്നത് ഹല്ലേലൂയ ആമേ, നമ്മൾ ആമേ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ആമേ ഹല്ലേലൂയ കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ആമേ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ പ്രഭാതം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞെരുക്കത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേ ഹല്ലേലൂയ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ആമേ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയാൽ മറുപടി ലഭിക്കാത്ത ഒരു വിഷയം പോലുമില്ല. ആമേ ഹല്ലേലൂയ ഞെരുക്കങ്ങളെ മാറ്റി വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ, ഇടുക്കം മാറ്റി ആമേ ഒരു നന്മ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുവാൻ വലിയവനായിരിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. എനിക്ക് അനുവദിച്ച സമയം തീരുവാൻ പോകുകയാണ്. സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്താണ് ഈ ആമയെ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മ? ആമേ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം ആമേ തൻ്റെ ഹല്ലേലൂയ മഹത്വത്തിന്റെ നന്മ ആമേ ഹല്ലേലൂയ മോശയുടെ മുമ്പാകെ കടക്കുമാറാക്കി. മോശയെ ഒരു പാറയുടെ പിളർപ്പിലാക്കിയതിനു ശേഷം ആമേ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത് മഹത്വം എന്നാണെങ്കിൽ ഹല്ലേലൂയ അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഗുഡ്നസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ ദൈവത്തിന്റെ ദൈവമഹത്വമാകുന്ന നന്മ. ആമേ, ദൈവമഹത്വമാകുന്ന നന്മ മുഴുവൻ മോശയുടെ മുമ്പാകെ കടക്കുമാറാക്കി. ദൈവമക്കളെ, ദൈവത്തിനുള്ളതായിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു നന്മയാണ് ദൈവിക മഹത്വം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ദൈവിക തേജസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നന്മയാണ് ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിമഹത്തായ നന്മ ആമേ എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക തേജസ്സാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഞാൻ ആ വാക്യം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ആമേ, 2 Thessalonians chapter 2 verse 14, 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, ദൈവികമായ രക്ഷ, മാനസാന്തരം,
നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെ ഹല്ലേലൂയ നമുക്ക് ലഭിച്ച ഇതൊക്കെ നന്മകളാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് ലഭിച്ചത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തേജസ്കരണം എന്നതായിരിക്കുന്ന അതിമഹത്വം ആമേൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ആ മേഖലയിൽ ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ കേട്ടതായിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: വാഴ നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചീരയും നനയും. പ്രൈസ് ദി ലോർഡ്. തെങ്ങ് നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചീരയും നനയും. അതുപോലെ സ്വർഗീയമായ നന്മയാകുന്ന ആ തേജസ്സിന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മെ ഒരുക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ, അതോടൊപ്പം ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തരുന്നതായിരിക്കുന്ന അനവധി നന്മകളുണ്ട്. എന്നാൽ ഈ നന്മയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സാകുന്ന നന്മയാണ്. ആമേൻ. നമ്മെ വീണ്ടെടുത്തവനായ യേശു ക്രിസ്തു പ്രാപിച്ച പത്മോസിൽ യോഹന്നാന്റെ മുമ്പാകെ വെളിപ്പെട്ട അതേ തേജസ്, ആ മഹത്വം ഹല്ലേലൂയ പ്രാപിപ്പാനാണ് സുവിശേഷത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്രം. ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ കയറുന്നതാണ്. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ആരുമാകട്ടെ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥനാ ധ്വനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയുടെ തണൽ എന്നുള്ളതായിരിക്കുന്ന ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഇവിടുത്തെ നന്മകൾ നല്ലതാണ്, സന്തോഷമാണ്. എന്നാൽ ഹല്ലേലൂയ ഇവിടം കൊണ്ട് അവസാനിക്കരുത്. വരുവാനുള്ള ലോകത്തിൽ ബലഹീനതയില്ലാത്ത, രോഗമില്ലാത്ത, പ്രഷറോ ഷുഗറോ ഹല്ലേലൂയ കൊളസ്ട്രോളോ ഒന്നുമില്ലാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ സങ്കടങ്ങളില്ലാത്ത, ആവലാതികളില്ലാത്തതായിരിക്കുന്ന ഒരു ജീവിതം ഹല്ലേലൂയ തേജസ്സിന്റെ ശരീരത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതായിരിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു യുഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കപ്പെടണം. അതാണ് അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2026 കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഈ 2026 ദൈവികമായ നന്മകൾ ദൈവം നമുക്ക് പ്രകടമാക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നതായ ആ അതിമഹത്തായ നന്മയ്ക്ക് വേണ്ടി, തേജസ്സാകുന്ന നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പാർത്തിരിക്കുന്നവരാകട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാമായിരുന്നു സമയം മുമ്പോട്ട് പോകുന്തോറും ഒരു പുതുവർഷം വരുമെന്ന് നമുക്കറിയാമായിരുന്നു. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണുമയ്ക്കുന്നതിനിടയിൽ ഒരു പുതുയുഗം വിരിയും. പിന്നെ തിരികെ വരാതെ നാം നിത്യതയിൽ മറയുവാനിടയായി തീരും. അതിനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ, ആശംസയോടെ എല്ലാവർക്കും ഹല്ലേലൂയ ഒരു പുതുവത്സരത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഹല്ലേലൂയ വിരമിക്കുന്നു. അത്യുന്നതനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ച, എന്നെ ക്ഷണിച്ച ദേവദാസൻ ബെൻസൺ ദാനിയേലിനോടും തൻ്റെ കുടുംബത്തോടും ഈ പ്രാർത്ഥനയിലെ എല്ലാ സഹാരികളോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്ന കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ബെന്നി പാസ്റ്ററെ. ദൈവം ശക്തമായ ഇന്ന് പകൽക്കാലം ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുതുവത്സര സന്ദേശം നൽകുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാടയായല്ലോ. സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ വെളിപ്പെടാനായിട്ടുണ്ട്. ചില നന്മകൾ കഴിഞ്ഞ നാളിൽ വെളിപ്പെടുവാനിടയായി ആ ചില ദൈവീയ വായ്ത്തത്വങ്ങള്, ചില ദൈവീയ നന്മകൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മളെല്ലാവരും ഇന്ന് സഹായിപ്പാൻ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അഭിഷേകദാസിനെ ദൈവശക്തമായി ഉപയോഗിപ്പാൻ അനേകായിരങ്ങൾക്ക് താങ്ങും തരലും ആശ്വാസമാക്കി ഗുജറാത്ത് ഷാരൂഖ് ഫിലോഷിച്ചതിന്റെ സെൻട്രൽ മിനിസ്റ്ററായ പ്രവൃത്തിയോടൊപ്പം തന്നെ പല ചുമതലകൾ ധരിക്കുന്നുണ്ട്. അനേക ഗ്രാമങ്ങളില് കർത്താവിന്റെ വേലയോടെ ബന്ധത്തിൽ പ്രിയ ദേവദാസിനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ശക്തമായ ദൈവം ഉപയോഗിപ്പാൻ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദാനമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ദൈവീയ കൃപയെ ദൈവത്തിന്റെ ദാസനെ കുടുംബമായി വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് കേൾപ്പിക്കപ്പെട്ട ആ ദൈവീയ ദൂതിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അവസാനം പ്രാർത്ഥിച്ച ആസ്വാദം പറയുന്നത് നമ്മുടെ പ്രാർത്ഥന തന്നെയുടെ ട്രിവാൻഡ്ര യൂണിറ്റിന്റെ കോർഡിനേറ്റർ അയക്കുന്നതായ റിച്ച്നസ് ആണ്. പ്രാർത്ഥിച്ച ആസ്വാദം പറയുന്നത് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ചെയ്യുന്ന കർത്താവിന് സ്തോത്രം. ഈ പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വൈകിട്ട് സഹോദരിമാരുടെ പ്രാർത്ഥന വുമൺ പ്രെയർ ഫെലോഷിപ്പ് എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ നടക്കുന്നുണ്ടല്ലോ. ദൈവത്തിക്കുകയാണെങ്കിൽ ജനുവരി മാസം 5-ാം തീയതി വുമൻസ് പ്രെയർ ഫെലോഷിപ്പ് 5ാമത്തെ വർഷത്തേക്ക് പ്രവേശിച്ച് ദൈവത്തോടെ സഹായിപ്പടയായി. ആ മീറ്റിംഗ് വളരെ അനുസരിച്ചോളം ദൈവം അനുഗ്രഹിപ്പടയായല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ പ്രാർത്ഥന പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ കർത്താവിന് വലിയ കരം ദൈവം വഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പ്രഭാത പ്രാർത്ഥന വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ, വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും വളരെ അനുഗ്രഹവിടുതമായി തീരുവാൻ നമുക്ക് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ തനുദാസ് റിച്ച്നസ് പ്രാർത്ഥിച്ച ആസ്വാദത്തോടെ ഈ സെഷനോടെ അവസാനിക്കുന്നതായിരിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ അതിവാസനമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വർഷത്തിന്റെ ആരംഭ ദിവസത്തില് എന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥന നിലയുടെ കർത്താവെ പ്രകാരം ഞങ്ങൾക്ക് കടന്നു വരുവാൻ നിൽക്കുന്ന മഹാദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് വ്യക്തമായ ഞങ്ങളുടെ ശ്രേഷ്ഠദാസനിലൂടെ കർത്താവ് കേൾപ്പിച്ച ദൈവിക ദൂതനായി കർത്താവിന് വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഒരു പ്രാവശ്യം കൂടി കേൾക്കുവാൻ ആമേൻ കർത്താവെ, കഴിഞ്ഞ വർഷത്തിന്റെ അലരിയ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളെ സഹായിച്ച ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ഈ പുതിയ വർഷം ഞങ്ങൾക്ക് നന്മയും കരുണയും കൊണ്ട് അലങ്കരിക്കുന്ന ദൈവത്തിന്റെ വ്യക്തമാവുന്ന ദൈവിക ദൂത് കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനിയെ കർത്താവെ, ദൈവം എത്രത്തോളം കർത്താവ് കൊണ്ടുവന്നതോർത്ത ദൈവത്തിന് സ്തോത്രം. അനേക വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനും ദൈവമേ വിടുതലുകൾ കാണുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. കർത്താവ്, ഇതിൽ സഹകാരികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയുടെ കർത്താവെ ഹല്ലേലൂയ, മറ്റ് ചാപ്റ്ററുകളിലും വിവിധ രാജ്യങ്ങളിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങള് ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തി ഞങ്ങൾ ഇന്നയോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ യഹോവ നല്ലവരല്ലോ, അവന്റെ ദയ എന്നും എന്നേക്കുമുള്ളതെന്ന് ഞങ്ങൾക്ക് കർത്താവ് ഈ തലമുറയിൽ പറയുവാൻ കർത്താവ് നൽകി തന്നിരിക്കുന്ന നല്ല ശ്രേഷ്ഠകരമാവുന്ന കർത്താവിന്റെ വഴികളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേക കർത്താവ് ദൈവിക ദൂതുകൾ നൽകിയ കർത്താവിന്റെ ദാസനെ അവന്റെ കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്ന കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവ് ശക്തമായി വീണ്ടും കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്ന പ്രകാരം ഒരു കൂട്ടായ്മ കൂടെ ഈ പകൽക്കാലം ഞങ്ങൾക്ക് നൽകിയല്ലോ കർത്താവെ, സഹായിച്ചാട്ടെ. പ്രത്യേക ഇതിന്റെ പ്രാർത്ഥന ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഇതിന്റെ മുൻപിൽ നിന്ന് നടത്തുവാൻ കർത്താവ് സഹകരികളായ അനേകരെ ഇതിൽ ചേർത്ത് കർത്താവെ ചേർത്ത് പിടിക്കുവാൻ നോക്കണം. കർത്താവിന്റെ ദാസന് കൊടുത്തിരിക്കുന്ന എല്ലാവിധമാവുന്ന വെളിപ്പാടിനായി സ്തോത്രം, കഴിവിനായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം, പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്നു. അപ്പ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിലൂടെ അനേക രോഗികൾ ബലഹീനരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾ ഞങ്ങൾ ഭാരതത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ്. ഇതിലെല്ലാം നീ അല്ലെങ്കിൽ മറുപടി തരുന്ന ദൈവമാണ്. ഈ വർഷത്തിന്റെ ആരംഭ ദിവസത്തിന് വീണ്ടും അപ്പന്റെ ചിറകുകളിലെ ശക്തിയുള്ള ചിറകുകളിലെ യഹോവയുടെ ചിറകുകളിൽ ക്ഷണം പ്രാപിച്ചു വന്ന ആരെയും കർത്താവ് അനാഥരായി വിട്ടിട്ടില്ലല്ലോ. അപ്പൊ ചരിത്രം ഞങ്ങൾ അങ്ങനെ പഠിക്കുന്നുവല്ലോ കർത്താവെ. സ്വർഗമേ കരുണ തോന്നണം, സഹായിക്കണം. നിലവിളിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് പൂർണ്ണമായി ബലമേൽപ്പിക്കുന്നു. ഈ നിമിഷം വരെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ എല്ലാ സഹകാരികളെ
കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്ക് ഉപകാരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പ ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. സഹായിച്ച് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ ദൈവനാമ മഹത്വത്തിനായി ഒരുക്കണമേ, സഹായിക്കണം. ഞങ്ങളുടെ നല്ല കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സകല വിഷയത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേട്ട് സഹായിക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേക പ്രാർത്ഥനയുടെ അവൻ ഇന്ന് കർത്താവിന്റെ വചനം ആമേ ശക്തമായി ഉപയോഗിച്ച കർത്താവിന്റെ ദാസനോടും ഇതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ കുടുംബത്തോടും ആമേ ഇതിന് സഹകരികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ലോകമെമ്പാടുമുള്ള സകല ആമേനുള്ള പ്രാർത്ഥനയിലുള്ള സഹകരികളോടും ആമേൻ കർത്താവിന്റെ രണ്ടാമത്തെ വരം വരെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പകൽക്കാലം നമുക്ക് ചെയ്തു തന്ന ദൈവത്തെ സ്തുതിക്കാമല്ലോ. ആമേൻ. കർത്താവേ പറയണമേ. നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണേ. നന്ദി അറിയിക്കുന്നു. ഗാനങ്ങൾ ആലോചിച്ച് നമ്മുടെ മീഡിയ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിന്റെ ആശംസകൾ നേരുന്നു.